അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും എല്ലാം തികഞ്ഞവരായിട്ട് തന്നെ ആരും ഉണ്ടാവില്ല. എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു അമല് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു അമല് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ, ഈ രൂപത്തിൽ നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും. ഒരു 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളുടെ പരിസരത്തുള്ളവർ, ചുറ്റുമുള്ളവർ അത്ഭുതപ്പെടുന്ന രീതിയിൽ മാറും. സമ്പത്ത് ഉയരും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും, നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ നടന്നു കിട്ടും. അത്രയ്ക്ക് മഹത്വമുള്ള ഒരു അമലാണ്. നിങ്ങൾ ഇതിൽ പറയും പോലെ തന്നെ ചെയ്യണം. അതുപോലെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹു എനിക്ക് ഉത്തരം തരും, അള്ളാഹു എന്നെ സ്വീകരിക്കും എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യണം. ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം വേണം. എന്നിട്ട് നിങ്ങൾ ചെയ്യുക. എന്നാൽ ഉറപ്പായിട്ട് നമുക്ക് ദുആയ്ക്ക് ഉത്തരം കിട്ടും. അല്ലാതെ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ ഉത്തരം കിട്ടില്ല. പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് വിചാരിച്ചാൽ ഉത്തരം കിട്ടില്ല. ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അർദ്ധരാത്രിയിൽ നിങ്ങൾ തുടങ്ങുന്ന ദിവസം അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുക. ഏതെങ്കിലും ഒരു സമയം, ഇശാഇന് ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പോ സുബഹിക്ക് ശേഷമോ ആ ഒരു സമയത്ത് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഫലം കിട്ടുക. ആ ഒരു സമയത്ത് എഴുന്നേറ്റിട്ട് നിങ്ങൾ തഹജ്ജുദിൻ്റെ സമയമാണെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുക. ഇശാഇന് ശേഷമാണെങ്കിൽ നിങ്ങൾ ഹാജത്തിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുക. തഹജ്ജുദിന് സമയമാണ്, തഹജ്ജുദ് കഴിഞ്ഞിട്ട് ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. അല്ലാഹു തആലക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹം ആവശ്യം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഹാജത്തിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതിൽ നിങ്ങൾക്ക് ഹാജത്ത് 4 റക്അത്താക്കി നിസ്കരിക്കണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. ഒരുപാട് സൂറത്തൊക്കെ ഓതിയിട്ട് നമുക്ക് ആഗ്രഹങ്ങൾ നിറവേറാനുള്ള നിസ്കാരങ്ങളുണ്ട്. അതുപോലെ നിസ്കരിക്കണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കരിക്കുക. നിങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയും സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. എന്നിട്ട് ആ ഒരു നിസ്കാരപ്പായലിരുന്നിട്ട് നിങ്ങൾ ആഗ്രഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി ദുആ ചെയ്യുക. ഇസ്തിഗ്ഫാർ ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക, തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി. ശേഷം നബിയുടെ ഹളറത്തിലേക്ക് 11 അല്ലെങ്കിൽ 21 സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും കുഴപ്പമില്ല. ശേഷം നിങ്ങൾ ആ ഒരു നിസ്കാരപ്പായലിരുന്നിട്ട് നിങ്ങൾ മടവൂർ CM വലിയുള്ളാഹിയുടെ ഹളറത്തിലേക്ക് 7 ഫാത്തിഹ നേർച്ച വെച്ചിട്ട് ഓതുക. നിങ്ങളുടെ ആഗ്രഹം ആ ഒരു ഔലിയാൻ്റെ കറാമത്ത് കൊണ്ട് നടന്നു കിട്ടണേ എന്നൊക്കെ ദുആ ചെയ്തിട്ട് ഓതുക. 7 ഫാത്തിഹ ഓതി ദുആ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു നിസ്കാരപ്പായലിരുന്ന് കിബിലക്ക് മുന്നിട്ട് ആരോടും സംസാരിക്കാതെ നിങ്ങളുടെ മൈൻഡ് ഫുള്ള് അള്ളാഹുവിലേക്കായിരിക്കണം. ആരും നിങ്ങളെ ആ ഒരു സമയത്ത് ഇടങ്ങാറാക്കാനൊന്നും വരരുത്. ആ ഒരു നിസ്കാരപ്പായലിരുന്ന് നിങ്ങൾ സംസാരിക്കാതെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ട് ഈ ഒരു സൂറത്ത് ഓതുക. നസ്ർ സൂറത്ത് കുഞ്ഞി സൂറത്താണ്. നിങ്ങൾ ചൊല്ലേണ്ടത്, ഓതേണ്ടത് 70 പ്രാവശ്യമാണ്. 70 പ്രാവശ്യം ഈ ഒരു സൂറത്ത് ഓതിയിട്ട് ശേഷം നിങ്ങൾ നബിയുടെ ഹളറത്തിലേക്ക് സ്വലാത്തും ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങ് ദുആ ചെയ്യുക. നബിയുടെ ഹളറത്തിലേക്ക് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു. മടവൂർ CM വലിയുള്ളാഹിയുടെ ഹളറത്ത് മക്കാമിലേക്ക് നമ്മൾ ഫാത്തിഹ ഓതുന്നു. ഇതിനൊക്കെ ഫലം ഇരട്ടിയായിരിക്കും. മടവൂർ CM വലിയുള്ളാഹിയുടെ കറാമത്ത് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒരുപാട് ഫലമുണ്ട്. എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% വിശ്വസിച്ചിട്ട് ചെയ്യാവുന്ന ഒരു അമലാണ്. അത്ഭുത ഫലം കിട്ടും. നിങ്ങൾ ഏത് സമയമാണോ ചെയ്യുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് 21 ദിവസം നിങ്ങൾ ചെയ്യുക. ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോയെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് വീണ്ടും തുടങ്ങുക. 21 ദിവസം മനസ്സിൽ നേർച്ച വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 21 ദിവസം ആവേണ്ട സമയമൊന്നും വരില്ല. ഒരു 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം അൽഹംദുലില്ലാഹ് നടന്നു കിട്ടും. അത് ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ദുആ ചെയ്യണം. നല്ല രീതിയിൽ താഴ്മയോടുകൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തി നമ്മളൊരു സാധുവായ മനുഷ്യനായിട്ട്, അഹങ്കാരമില്ലാത്ത മനുഷ്യനായിട്ട് ദുആ ചെയ്യണം.
നമ്മുടെ ദുആ തട്ടിക്കളയില്ല. നിങ്ങളുടെ ദുആയ്ക്ക് ഉത്തരം വൈകിയാലും അള്ളാഹു നമ്മളെ കൈവിടില്ല. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഉപകാരപ്പെട്ടെങ്കിലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.